ഓർക്കിഡ് പൂവുകൾ ജന്തുജാലങ്ങളുടെ രൂപം അനുകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആദ്യം ചിന്തിച്ചത് ചാൾസ് ഡാർവിനാണ്. എന്നാൽ BC 28-ാം നൂറ്റാണ്ടിൽ തന്നെ ചൈനീസ് ചക്രവർത്തിമാർ ഈ വിശേഷ പുഷ്പം വളർത്തിയിരുന്നുവെന്ന് ചൈനീസ് ലിഖിതങ്ങളും പെയിന്റിങ്ങുകളും തെളിവ് നൽകുന്നു. വൃഷണം എന്നർത്ഥം വരുന്ന ഓർക്കിസ് എന്ന ഗ്രീക്ക് പദമാണ് ഓർക്കിഡായി മാറിയത്. സസ്യസമൂഹത്തിൽ അംഗബലത്തിന്റെ കാര്യത്തിൽ സൂര്യകാന്തി കുടുംബവും പുൽക്കുടുംബവും കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ഓർക്കിഡിനാണ്. ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾക്കനുസരിച്ചാണ് ഓർക്കിഡുകളുടെ വ്യാപനം. ചിലവ മരച്ചിലകളിൽ വളരുന്നു. ഇവയാണ് എപ്പിഫൈറ്റുകൾ. പാറപ്പുറത്ത് വളരുന്ന ഇനങ്ങളെ ലിത്തോഫൈറ്റ് എന്ന് വിളിച്ചു വരുന്നു. മണ്ണിൽ തന്നെ വളരുന്നവയാണ് ടെറസ്ട്രിയൽ ഓർക്കിഡുകൾ. വൃക്ഷശിഖരങ്ങളിലും മറ്റും കാണുന്നവയെങ്കിലും ജീവസന്ധാരണത്തിന് മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന പരാതമല്ല ഓർക്കിഡ്. മണ്ണിന്റെ പോലും സഹായമില്ലാതെ വായുവിൽ നിന്ന് ഈർപ്പവും സൂക്ഷ്മ പോഷകാംശങ്ങളും വലിച്ചെടുക്കാനും ആഹാരം ശേഖരിച്ചു വെക്കാനും ശേഷിയുള്ളവയാണ് ഓർക്കിഡുകളുടെ സവിശേഷമായ വേരുകൾ. വേരുകളുടെ ഉപരികവചമായ വെലാമിൻ കലകളുടെ അനേകം അടുക്കുകളാണ് ഈ ശേഷിക്ക് അടിസ്ഥാനം. വിവിധ ഇനം ഓർക്കിഡുകളിൽ വിടർന്നവയും തണ്ടുപോലെ ഉരുണ്ടവയും അല്പം വിടർന്നവയുമായ ഇലകൾ കാണാം. 3 വിതളങ്ങളും 3 ദളങ്ങളും ചേർന്നതാണ് ഒരു ഓർക്കിഡ് പുഷ്പം. ദളങ്ങളിലൊന്ന് മറ്റുള്ളവയിൽ നിന്ന് നിറത്തിലും രൂപത്തിലും തികച്ചും വ്യത്യസ്തമായിരിക്കും. ഇതാണ് അധർദളം. ഏറ്റവും ഉള്ളിലായി ഗൈനോസ്റ്റീമിയം അഥവാ കോളം എന്ന ലൈംഗിക നാളി കാണാം. പ്രാണികൾ പുംസ്ത്രീ ലൈംഗിക അവയവങ്ങളുടെ സമന്വയമായ ഈ നാളിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇതിനായി ഓരോ തരം ഓർക്കിഡിലും വ്യത്യസ്ത രൂപവർണ്ണ സംവിധാനമാണുള്ളത്. കൊറിയാന്തസ് ഓർക്കിഡിൽ അധർദളം പശിമയുള്ള ഒരു സഞ്ചി പോലെയാണ്. പരാഗണകാരിയെ പരാഗണ പ്രക്രിയയ്ക്ക് നിർബന്ധിക്കുന്ന ഈ കെണിയുടെ മുന്നഗ്രത്തിൽ സ്പർശിച്ച വണ്ട് സഞ്ചിയിലേക്ക് വഴുതി വീഴും. കീഴഗ്രത്തിലെ ചെറുവിടവിലൂടെ പരാഗങ്ങൾ വഹിച്ചുകൊണ്ടല്ലാതെ വണ്ടിന് തിരികെ പോകാൻ കഴിയില്ല. ഇതേ പ്രക്രിയയുടെ ആവർത്തനത്തിലൂടെ പരാഗം മറ്റൊരു പുഷ്പത്തിൽ എത്തിപ്പെടുകയും ചെയ്യുന്നു. കേസരാഗ്രത്തിലെ പരാഗം മുന്നുകൂർപ്പിച്ച ഒരു തണ്ടിലെടുത്ത് മറ്റൊരു പുഷ്പത്തിന്റെ ലൈംഗിക നാളിയിൽ നിക്ഷേപിക്കുന്ന കൃത്രിമ പരാഗണ രീതിയും നിലവിലുണ്ട്. ഓർക്കിഡുകളിൽ അനേക ലക്ഷം വിത്തുകൾ ഉണ്ടാകുമെങ്കിലും ഭ്രൂണാഹാരമില്ലാത്തതിനാൽ അവയ്ക്ക് കുമിൾ വർഗ്ഗങ്ങളുടെ സഹായമില്ലാതെ സ്വയം മുളയ്ക്കാനാവില്ല. അതിനാലാണ് ഇവ സ്വാഭാവിക സാഹചര്യത്തിൽ കുറച്ചുമാത്രം കാണപ്പെടുന്ന സസ്യഗണമായി തീർന്നത്. തണ്ടിൽ നിന്നോ കിഴങ്ങിൽ നിന്നോ പൊട്ടിവളരുന്ന ചെറുമുളകൾ പുതുചെടിയായി തീരുകയാണ് പതിവ്. ലോകത്തിലെ ആദ്യ സങ്കരയിനം ഓർക്കിഡായ കലാന്തി ഡൊമിനി 1856-ൽ പൂവിട്ടു. വാൻഡ ടെറേസ്, വാൻഡ ഹുക്കേറിയാന എന്നിവ സംകരണം നടത്തിയുണ്ടാക്കിയ വാൻഡ മിസ് ജോക്കിം സിംഗപ്പൂരിന്റെ ദേശീയ പുഷ്പം പോലുമാണ്. സംകരണം അഥവാ ഹൈബ്രിഡൈസേഷൻ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രയോഗിക്കപ്പെടുന്ന സസ്യമാണ് ഓർക്കിഡ്. പൂക്കളുടെ നിറവും വലിപ്പവും ആയുസ്സും വർദ്ധിപ്പിക്കാനായി തുടങ്ങിവെച്ച ഓർക്കിഡ് സംകരണം ഇന്ന് വ്യാപകമായി കഴിഞ്ഞു. ടിഷ്യൂ കൾച്ചർ പോലെയുള്ള പ്രജനന സങ്കേതങ്ങൾക്ക് പ്രചാരം വർദ്ധിച്ചതോടെ ഓർക്കിഡ് കൃഷി ഒരു വൻ വ്യവസായമായി മാറി. ഏതാനും മണിക്കൂർ മുതൽ 1.5 വർഷം വരെ ചെടിയിൽ വാടാതെ നിൽക്കുന്നവയും 0.5 മില്ലിമീറ്റർ മുതൽ 18 ഇഞ്ച് വരെ വ്യത്യസ്ത ദളവിസ്തൃതിയുള്ളവയുമായ അനേകായിരം ഓർക്കിഡ് പൂക്കൾക്ക് ഇന്ന് പല രാജ്യങ്ങളുടെയും സമ്പദ്ഘടനയിൽ തന്നെ നിർണായക സ്ഥാനമുണ്ട്. 120 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മലേഷ്യൻ കാടുകളിൽ പിറന്നവയായി കരുതപ്പെടുന്ന ഈ സസ്യഗണം പൂക്കൾക്ക് വേണ്ടി മാത്രമല്ല ഔഷധാവശ്യങ്ങൾക്കും ആഹാരപദാർത്ഥങ്ങളുടെ രുചി വർദ്ധിപ്പിക്കാനും ഇന്ന് ധാരാളമായി കൃഷി ചെയ്യപ്പെടുന്നു. വാനില പ്ലാനിഫോളിയ എന്ന വന്യ ഓർക്കിഡിന്റെ സത്താണ് വാനില ഐസ്ക്രീമിനെ രുചികരമാക്കുന്ന ഒരു മുഖ്യ ഘടകം. ഇന്ന് ഗ്രീൻ ഹൌസുകളുടെ സുരക്ഷയിൽ വളരുന്ന അത്യാധുനിക പുഷ്പമാണ് ഓർക്കിഡ്. പണ്ട് ലോകമാസകലം ഓർക്കിഡ് വേട്ടയ്ക്കിറങ്ങിയ സമ്പന്നർ ഒരു അപൂർവ ഇനത്തെ സ്വന്തം കുത്തകയാക്കാൻ അത് കണ്ടെത്തിയ വനമേഖലകൾ തീയിട്ട് നശിപ്പിക്കുക പോലും ചെയ്തിരുന്നു. നാം നേടിയ ഓർക്കിഡുകളെ നമുക്ക് സംരക്ഷിക്കാം. ഒപ്പം ഇനിയും അവശേഷിക്കുന്ന വന്യ ഇനങ്ങളുടെ പേരിൽ കാടുകളെ വ്രണപ്പെടുത്താതിരിക്കാം.